ശ്രീ സുരേഷ് കുമാർ, പ്രഗത്ഭമതികളായ നിരവധി പേർ ഇപ്പോൾ UDFിന്റെ നിയമസഭാ കക്ഷിയിലുണ്ട്. മന്ത്രിമാരായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, രമേശ് ചെന്നിത്തലയെ പോലെയും PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ കെ മുരളീധരനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്. സണ്ണി ജോസഫിനെ പോലെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു സീനിയേഴ്സിന്റെ അല്ലെങ്കിൽ പ്രഗത്ഭരുടെ ഒരു വലിയ നിരയായിരിക്കും മന്ത്രിമാരായി വരിക. ആ മന്ത്രിമാർക്കും VD സതീശനും പെർഫോം ചെയ്യാനുള്ള ടൈം കൊടുക്കുമോ? എതിർപ്പ് ഉന്നയിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അവകാശമാണ്. പക്ഷേ ഈ ടീം എന്ത് ചെയ്യാൻ പോകുന്നു, അവരെത്ര ഡെലിവർ ചെയ്യുന്നു, അവർ പറഞ്ഞത്രയും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിന്റെ മെറിറ്റിൽ പരിശോധിച്ചതിന് ശേഷമായിരിക്കുമോ പ്രതിപക്ഷത്തിന്റെ സമീപനം, അവരോടുള്ള സമീപനം? തീർച്ചയായും അതല്ലേ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായി മാത്രമേ ഈ ഒരു ക്രമത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടത്ര ഗൗരവത്തിലോ അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയോ നിരീക്ഷിക്കാനോ വീക്ഷിക്കാനോ എൻ്റെ സഹ പാനലിസ്റ്റുകൾക്കോ അഭിലാഷിനോ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ അവരുടെ ഇൻറ്റേർണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട് അവർ ബഹുഭൂരിപക്ഷ സമയവും വിനിയോഗിക്കുന്നത് നിന്ദയ്ക്കും സ്തുതിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു നേരത്തെ വന്നൊരു സർക്കാരിൻ്റെ തുടർച്ചയല്ലേ വിദ്യാഭ്യാസ മേഖലയിൽ. അഭിലാഷ് നോക്കൂ, പ്രസൻറ്റ് സിറ്റുവേഷൻ ക്രൈസിസ് നമ്മുടെ മുമ്പിലേ ഉണ്ട്. അതെന്താണ്? ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖല ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിൽ നിശ്ചലമായി പൂർണ്ണമായും. ഹോട്ടൽ മേഖല വാണിജ്യ സിലിണ്ടറിൻ്റെ വിലവർധനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും നിശ്ചലമായി. ഒന്നിനിരട്ടിയായി ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു. ഒരുപക്ഷെ തങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് അനുസരിച്ച് വളരെ പെട്ടെന്ന് ഭരണരംഗത്തേക്ക് വന്ന് ഈ ക്രൈസിസുകൾക്ക് ജനങ്ങൾക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള അവകാശം സിദ്ധിച്ച ആളുകൾ അതിനല്ല ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് എന്നാണ് എൻ്റെ ആക്ഷേപം. നോക്കൂ, തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ ക്രൈസിസ് നിലനിന്ന സ്റ്റേറ്റാണ്. അവിടെ പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ വന്നു, 9 അംഗ മന്ത്രിസഭ അധികാരമേറ്റു, ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആ ഇഷ്യൂസിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഉണ്ടാകുകയാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഇന്റേണൽ പൊളിറ്റിക്സിലെ നിന്ദയും സ്തുതിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിന്ദയ്ക്ക് പ്രതിവിധിയായി പുതിയ PR ടീമിനെ അപ്പോയിന്റ് ചെയ്യേണ്ടേ എന്ന നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അനിൽ ബോസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വേണുഗോപാലിന് മുന്നിൽ വെച്ച നിർദ്ദേശമെന്ന് അദ്ദേഹം ഇവിടെ പറയാണ്. അതിനാണോ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? വെള്ളിയാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച പുതിയ സർക്കാർ വരികയാണ്. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ പുതിയ സർക്കാർ വരുന്നു, അതിൽ ആരൊക്കെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അതാണല്ലോ ഇനി ബാക്കി. കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞു. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ 10 വർഷം മുമ്പ് ഭരണം നടത്തിയിരുന്ന ആളുകൾക്കെതിരായി പഴകിത്തേഞ്ഞ ആരോപണങ്ങൾ പൊടിതട്ടിയെടുക്കാനാണ് അനിൽ ബോസിനെ പോലുള്ള ആളുകൾ ഈ ചർച്ചയിലും പരിശ്രമിക്കുന്നത്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഇവിടെ ഇപ്പോൾ ചേക്കുട്ടി സാർ അടക്കം നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്, സ്വീകരിക്കേണ്ടവയുണ്ട്. ഇവിടെ ഏത് നാമധാരിയാണ് അദ്ദേഹം, ഏത് മതവിശ്വാസത്തിലാണോ പ്രവർത്തിക്കുന്നത്, അതൊന്നും ഇവിടെ വകുപ്പുകൾ വിതരണം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ വകുപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. ഞങ്ങൾ അതിനെ കേരളത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം കൂടുതൽ ശക്തിമത്തായി കേരളത്തിൽ നിലനിൽക്കണം എന്ന് സർവാത്മന ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിന് പോറൽ തട്ടുന്ന ഒരു അഭിപ്രായ പ്രകടനമോ ഒരു രൂപത്തിലുള്ള പ്രകടനങ്ങളോ ഒന്നും, ഒരു അഭിപ്രായ പ്രകടനങ്ങളും അതിനെ എതിർക്കാനെന്നോണം നടക്കുന്ന പ്രകടനങ്ങളും ഒന്നും കേരളത്തിൻ്റെ മണ്ണിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളെ തേഞ്ഞതെന്നും ഇത് മോശപ്പെട്ടതാണെന്നും പറയുന്ന ആളുകളോട് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന വർഗീയതയ്ക്ക് പിൻപറ്റുന്ന അല്ലെങ്കിൽ പിന്താങ്ങുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ സ്വഭാവത്തിൽ നിന്നുണ്ടാകില്ല. ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ച മുദ്രാവാക്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ നടപ്പിലാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പ്രവർത്തിച്ചാൽ അവർക്ക് പരിപൂർണ പിന്തുണ നൽകി അവരോടൊപ്പം നിൽക്കും. അതിനേതെങ്കിലും തരത്തിലുള്ള ഇന്നിപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്ന ചില വർഗീയ നിലപാടുകൾക്ക് പിൻപറ്റാനാണ് ഐക്യജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നതെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ ഞങ്ങൾ മുൻപന്തിയിൽ കാണും. ഇതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി.